ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ അഫീഫ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇന്ന് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ പിസ്സയാണ്. പിസ്സ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഓവനൊന്നുമില്ലാതെ ഒരു ചിക്കൻ പിസ്സ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് കലക്കി വെക്കാണ് വേണ്ടത്. അതിനൊരു വലിയ ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായി നരച്ചു വന്നതാണ് ഈ കാണുന്നത്. 10 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് മാവ് തയ്യാറാക്കാണ് വേണ്ടത്. അതിന് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പ് 300 ml കപ്പാണ്. അതിൻ്റെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. ഇനി അതിലേക്ക് ഈസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ്, മാറ്റി വെച്ച ഈസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി എല്ലാ ഭാഗത്തും ഈസ്റ്റ് ഉപ്പും യോജിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇളം ചൂടുള്ള വെള്ളം ആവശ്യമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായി മാവ് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലതുപോലെ കുഴക്കുക. എത്ര സമയം കുഴക്കണം അതിനനുസരിച്ചാണ് നമ്മളെ മാവ് സോഫ്റ്റായി വരിക. നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലാക്കിയിട്ട് നന്നായി വീണ്ടും കുഴച്ചെടുക്കുക. കുറേ സമയം കുഴക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ മാവ് എന്ത് ചെയ്യുക, സോഫ്റ്റ് ആവുക. നന്നായി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും നല്ലതുപോലെ കൈ വെച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ കുഴച്ചെടുക്കണം. മാവ് സോഫ്റ്റ് ആണ് വരെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മടക്കി കുഴച്ചെടുക്കുക. ഇനി ഇത് നല്ല ഒരു അടപ്പുള്ള പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക. ഇനി പിസ്സയ്ക്ക് വേണ്ട വെജിറ്റബിൾസാണ്. അതിന് നമ്മൾ 2 വിധം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞയും സവാളയും പിന്നെ തക്കാളിയും. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പും ആഡ് ചെയ്യണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ എന്നിട്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാറ്.
ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു പാനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, കുഴച്ചെടുക്കണം. ആദ്യം പ്ലേറ്റിൽ നിന്ന് നന്നായി ഒന്ന് നമ്മളെ കൈ കൊണ്ട് അടർത്തിയെടുക്കുക. അവിടെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. അത് നന്നായി കുഴച്ചെടുക്കുക. ഇനി കുറച്ച് മൈദപ്പൊടി അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായി വീണ്ടും കുഴച്ചെടുക്കുക. ഇനി ഇത് പരത്തണം. നമുക്കതിന് ഒരു കല്ലിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിലാണ്, നമ്മൾ നല്ല നേരിയ തിന്നാക്കിയിട്ട് പരത്തരുത്. ഒരു മീഡിയം കട്ടി വേണം നമ്മളിതിൻ്റെ ബേസിന്. എന്നിട്ട് നന്നായി ഒരു ഇടത്തരം കട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യാതെ പരത്തിയെടുക്കുക. ഇത് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ ഒന്നാകെ നിർത്തിയല്ല പരത്തേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അത് പരത്തിയതിന് ശേഷം നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായി ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. അത്യാവശ്യം നല്ല അമർത്തിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാവിൻ്റെ മസാലയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. പരത്തി വെച്ച പിസ്സ ബേസ് ഈ പാനിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെറു തീയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേവിക്കേണ്ടത്. ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ ഏകദേശം ഇതിൻ്റെ വേവായിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഇനി താഴ്ഭാഗം യെല്ലോ കളർ ആയിക്കണമെന്ന് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ചെറുതായിട്ട് യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ഏകദേശം വെന്തുണ്ടെന്ന് മനസ്സിലായി അതിൻ്റെ അപ്പം മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ എന്ത് ചെയ്യരുത്, സിമ്മിൽ തന്നെ വെക്കണം, കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകുന്നത്. തീ സിമ്മിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ പിസ്സ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂൺ 2-3 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യണത്തിലൊരു സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യുക. ഈ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് എന്ത് ചെയ്യാം, നമുക്ക് നന്നായി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം.
ഒരേപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എന്ത് ചെയ്യണം, ചീസാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചീസ് എല്ലാ ഭാഗത്തും നന്നായി ഫില്ല് ചെയ്യണ വിധത്തിൽ, നമ്മൾ കവർ ചെയ്യണ വിധത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുക. ഇനി ഒറിഗാനോ എന്ത് ചെയ്യുക, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോടെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് വിധത്തിൽ എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചീസൊക്കെ ഇതാ കണ്ടോ, ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്ക് നമ്മൾ അരിഞ്ഞ് വെക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന വിധത്തിൽ ഒരുപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ മാറ്റി വെച്ച ക്യാപ്സിക്കം, സവാള, തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണ വിധത്തിൽ എന്ത് ചെയ്യണം, 4 വെജിറ്റബിൾസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഒന്നും കൂടെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ചീസ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഫില്ലാവണ വിധത്തിൽ ഇട്ട് കൊടുക്കുക. നിറയെ ചീസ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒറിഗാനോയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു പിഞ്ച് ഒറിഗാനോയും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അത് 5 മിനിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വരുന്നവരെ ആണ് എന്ത് ചെയ്യേണ്ടത്, അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടത്. ചെറിയ തീയിൽ തന്നെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചീസ് മെൽറ്റായത് നോക്കാം. നല്ല കറക്റ്റായിട്ട് പക്ക സോഫ്റ്റായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാം. 2 ആൾ ഇവിടെ വായിൽ വെള്ളം ഊറി നിൽക്കുന്നുണ്ട്. അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇതാ നുണഞ്ഞിരിക്കേനു. ഇപ്പോൾ പിസ്സ കിട്ടി വളരെ സന്തോഷത്തിലാണുള്ളത്. ഇനിയിപ്പോൾ ഇഷാനിത് അടുത്തത് നുണയൻ. അവനത് കാണുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ചിരിക്കുക. ഇതേപോലെ നിങ്ങളും വീട്ടിൽ ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പിസ്സ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.